BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലപ്പുറത്ത് കാണാതായ 14-കാരിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ, 16-കാരൻ കസ്റ്റഡിയിൽ. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ 14-കാരിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തി. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. ഇന്നലെയാണ് പെൺകുട്ടിയെ കാണാതായത്. ഇന്നലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാവിലെ 9:30 കുട്ടി കരുവാരക്കുണ്ട് സ്കൂൾ പടിയിൽ ബസ് ഇറങ്ങി. പിന്നീട് കുട്ടിയെ ആരും കണ്ടിട്ടില്ല. പുള്ളിപ്പാടത്ത് കുറ്റിക്കാട്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. സ്കൂൾ യൂണിഫോമിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം. സംഭവത്തിൽ +1 വിദ്യാർത്ഥിയായ 16-കാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 16-കാരൻ കുറ്റസമ്മതം നടത്തിയെന്നാണ് സൂചന. സംശയം തോന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ പ്രതി തന്നെയാണ് മൃതദേഹം കാണിച്ചു കൊടുത്തത്. കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപാതകം. ബലാത്സംഗം നടന്നതായി പ്രതി പോലീസിനോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള UDF ഭരണകാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. വാജി വാഹനം നൽകിയത് പരസ്യമായി, രഹസ്യമായി നടന്ന മോഷണമല്ല ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ള നടത്തിയ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അതിൽ രാഷ്ട്രീയ ഭേദമില്ല. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വാജി വാഹനം പരസ്യമായാണ് നൽകിയത്, രഹസ്യമായി നടന്ന മോഷണമല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരിശോധിക്കട്ടെ. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കുവാനുള്ള ശ്രമമാണ് UDFനെ പഴിചാരുന്നതിലൂടെ നടക്കുന്നത്. അത് വിലപ്പോവില്ല. പ്രതികളെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വകാര്യ ആശുപത്രിയിൽ പോയി മൊഴിയെടുക്കുവാൻ പോലും തയ്യാറാകാത്തത് ആരാണെന്നറിയാം. തൊണ്ടി എവിടെയെന്ന് വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണി സാറിനെ ശപിച്ച CPIM അദ്ദേഹത്തിന്റെ സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചതിൽ സന്തോഷം. VD സതീശൻ. KM മാണി ഫൌണ്ടേഷന് ഭൂമി അനുവദിക്കുവാൻ കാരണക്കാരായതിൽ സന്തോഷമെന്ന് VD സതീശന്റെ പരിഹാസം. കേരള കോൺഗ്രസുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ഇപ്പോഴും ഇടതുമുന്നണിയിലാണ് കേരള കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. KM മാണിയുടെ സ്മാരകത്തിനായി സ്ഥലം അനുവദിച്ച സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥലം കിട്ടുവാൻ ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. 10 കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പോൾ കൊടുത്തു. തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷമുണ്ട്. അതിവർ തന്നെ ചെയ്യണം. കാരണം അദ്ദേഹത്തെ അപമാനിക്കുവാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണിസാറ് ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് CPIM നേതാക്കന്മാർ. അതേ മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയുവാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. അതിന് ഒരു നിമിത്തമായി എന്നതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്, അദ്ദേഹം ആവർത്തിച്ചു. ബൈക്കിൽ സഞ്ചരിക്കവേ പട്ടത്തിന്റെ നൂൽ കഴുത്തിൽ കുരുങ്ങി 70 അടി ഉയരമുള്ള മേൽപ്പാലത്തിൽ നിന്നും താഴേക്ക് വീണ് ദമ്പതിമാർക്കും മകൾക്കും ദാരുണാന്ത്യം. പട്ടത്തിന്റെ നൂൽ കഴുത്തിൽ കുരുങ്ങി പാലത്തിൽ നിന്നും 70 അടി താഴ്ചയിലേക്ക് വീണ് ദമ്പതിമാർക്കും മകൾക്കും ദാരുണാന്ത്യം. സൂറത്തിലാണ് സംഭവം നടന്നത്. മാതാപിതാക്കളും 7 വയസ്സുള്ള മകളുമായിരുന്നു സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. ഗുജറാത്തിലെ സൂറത്തിൽ ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. പട്ടത്തിന്റെ ചരടിൽ കുടുങ്ങിയ വാഹനം ഫ്ളൈഓവറിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. സൂറത്തിലെ സയ്യിദ്പുര സ്വദേശിയായ റെഹാൻ ഷെയ്ഖ്, ഭാര്യ റെഹന, മകൾ അലീഷ എന്നിവരാണ് മരിച്ചത്. മൊറാഭാഗലിലെ സുഭാഷ് ഗാർഡനിലേക്ക് സഞ്ചരിക്കവേ ചന്ദ്രശേഖർ ആസാദ് പാലത്തിലായിരുന്നു സംഭവമെന്ന് പോലീസ് പറഞ്ഞു. നഗരം ചുറ്റാനായി ഇറങ്ങിയതായിരുന്നു റെഹാനും കുടുംബവും. മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് പട്ടത്തിന്റെ നൂൽ റെഹാനെ ചുറ്റുകയായിരുന്നു. റെഹാൻ ഒരു കൈ ഉപയോഗിച്ച് ചരട് ഊരിമാറ്റുകയും മറുകൈ ഉപയോഗിച്ച് ബൈക്ക് നിയന്ത്രിക്കുകയും ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു. താൻ കേസുകൂടലിനു ശേഷം വീണ്ടും ഒരു സോഷ്യൽ സറ്റയറുമായി സന്തോഷ് ടി കുരുവിള. പുതുമുഖങ്ങളായ അഭിനേതാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒട്ടനവധി സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ 100ഓളം പുതുമുഖങ്ങളായ അഭിനേതാക്കൾക്കൊപ്പം തന്നെ ഏകദേശം 400ഓളം പക്ഷിമൃഗാദികളെയും പരിശീലിപ്പിച്ച് പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരു സിനിമ വന്നാലോ? അതാണ് നടനും സംവിധായകനുമായ രാജേഷ് മാധവൻ ഒരുക്കുന്ന ആദ്യ സിനിമ പെണ്ണും പൊറാട്ടും. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ മനുഷ്യരും മൃഗങ്ങളും ഒന്നിച്ചു വരുന്ന വളരെ വ്യത്യസ്തമായ പോസ്റ്റർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ഫെബ്രുവരി 6 തിയേറ്ററുകളിലെത്തുന്ന പെണ്ണും പൊറാട്ടും നിർമ്മിക്കുന്നത് മഹേഷിന്റെ പ്രതികാരം, താൻ കേസുകൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ സിനിമകളുടെ നിർമ്മാതാവായ സന്തോഷ് ടി കുരുവിളയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം.
അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. പാർലമെന്റ് സമിതിയുടെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി സുപ്രീംകോടതി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. ലോക്സഭാ സ്പീക്കർ രൂപീകരിച്ച പാർലമെന്റ് സമിതിയുടെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. സമിതിക്ക് അന്വേഷണ നടപടികളുമായി മുൻപോട്ടു പോകാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുവാനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ലോക്സഭാ സ്പീക്കർ സമിതി രൂപീകരിച്ചത്. 1968 ജഡ്ജസ് ഇൻക്വയറി ആക്ട് പ്രകാരം രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്തായിരുന്നു ജസ്റ്റിസ് വർമ്മ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഈ നടപടി നിയമവിരുദ്ധമാണെന്ന് ജസ്റ്റിസ് വർമ്മ വാദിച്ചു. നിയമപ്രകാരം വീഴ്ച സംഭവിച്ചിട്ടുള്ളതിനാൽ സമിതി രൂപീകരിച്ചത് നിലനിൽക്കില്ലെന്നും കോടതിയിൽ പറഞ്ഞു. കിരീട പ്രതീക്ഷയിൽ ബാഴ്സലോണ സ്പാനിഷ് കപ്പ് ക്വാർട്ടറിൽ. കോപ്പ ഡെൽ റേ ഫുട്ബോളിൽ ക്വാർട്ടറിലേക്ക് കടന്ന് ബാഴ്സലോണ. പ്രീ ക്വാർട്ടറിൽ റേസിംഗ് സ്റ്റാൻഡേർഡിനെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബാഴ്സയുടെ മുന്നേറ്റം. 66-ാം മിനിറ്റിൽ ഫെറാൻ ടോറസും 95-ാം മിനിറ്റിൽ ലാമിൻ യമാലുമാണ് ഗോളുകൾ നേടിയത്. സ്പെയിനിലെ 2ാം നിര ക്ലബ് ആയ റേസിംഗ് സ്റ്റാൻഡേർഡിനെതിരെ അനായാസ വിജയം പ്രതീക്ഷിച്ചാണ് ലാമിൻ യമാലും സംഘവും എത്തിയതെങ്കിലും കടുപ്പമേറിയ മത്സരമായിരുന്നു നേരിടേണ്ടി വന്നത്. കളിയുടെ ഭൂരിഭാഗം സമയത്തും പന്ത് കൈവശമുണ്ടായിരുന്നിട്ടും കൂടുതൽ സ്കോർ ചെയ്യുവാൻ ബാഴ്സയെ റേസിംഗിന്റെ പ്രതിരോധം സമ്മതിച്ചില്ല. 1-0 എന്ന സ്കോറിൽ മത്സരം അവസാനിക്കാനിരിക്കെയായിരുന്നു അവസാന നിമിഷത്തിൽ റാഹിൻഹയുടെ അസിസ്റ്റിൽ ലാമിൻ യമാലിന്റെ ഗോൾ വരുന്നത്. റേസിംഗ് ക്ലബ് താരങ്ങളുടെ അപകടകരമായ കൌണ്ടർ അറ്റാക്കുകളെ പണിപ്പെട്ടാണ് ബാഴ്സ പ്രതിരോധം ഇല്ലാതാക്കിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.